ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് അടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ ഏതെടുത്താലും 189 രൂപേൻ്റെ മെഗാ സെയിൽ നടക്കുന്നുണ്ടല്ലോ തൃശ്ശൂർ, അവിടെയും കൂടെ ഒന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുതേ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ഇപ്പോൾ പാസ് ചെയ്ത് വന്നത് തൃശ്ശൂർ പോകുന്ന വഴിയുള്ള കുതിരാൻ തുരങ്കമാണ്. എന്താണെന്നറിയില്ല, പുറത്തിറങ്ങി അപ്പോൾ എനിക്ക് വിശക്കും, അപ്പോൾ ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കേണ്ട ധൃതിയിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. ഓർഡർ ചെയ്തു വന്ന പാടെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പം ആ റെസ്റ്റോറൻറ്റ് അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ നല്ലൊരു സെറ്റപ്പൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ 189 രൂപ, ഏതെടുത്താലും 189 രൂപ മെഗാ സെയിൽ നടക്കുന്ന അവിടേക്ക് പോവുകയാണേ. അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ ദേ നിൽക്കുന്ന നമ്മുടെ യൂട്യൂബർ വിനിത ചേച്ചി. പിന്നെ കണ്ട് സംസാരിച്ച് ഈ ചേച്ചിന്റെ ചാനൽ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടോ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ, എന്തൊക്കെ സാധനങ്ങളോ എല്ലാത്തിനും ഏതെടുത്താലും 189 രൂപ. ഏതെടുക്കണമെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനാണ്. ഞാനുള്ളതെല്ലാം മാറാൻ തുടങ്ങി. അപ്പോൾ ചേട്ടയെ പറഞ്ഞു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അതിനകത്തു നിന്നൊക്കെ ഒന്ന് അങ്ങനെ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് എന്നാലും മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വലിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്തേക്കുന്ന ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കണ്ടു എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം ഇതിനകത്ത് നിന്ന് കിട്ടും. പക്ഷെ എന്നാലും നോക്കി കണ്ടൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ ചേട്ടയെ സർപ്രൈസ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു സെറ്റപ്പാണ് നമ്മുടെ. അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ ബർത്ത്ഡേ ഒക്കെ എൻ്റെ എല്ലാവരും വന്ന് വിഷ് ചെയ്യാം, ഓരോരോ സമ്മാന പൊതികളുമായിട്ട് എല്ലാവരും വന്ന് വിഷ് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഇതൊക്കെ ആരാന്ന് അറിയാമായിരിക്കും കേട്ടോ. ആ മമ്മി, പിന്നെ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയാൻ പറ്റത്തില്ല, മമ്മിയെപ്പോലെ അമ്മയെപ്പോലെ തന്നെ. പിന്നെ നാത്തൂൻ്റെ പിള്ളേർ, അനീത്തീൻ്റെ പിള്ളേർ, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. സത്യത്തിൽ ഇത്രയും പേരുണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ച് കുഞ്ഞായിട്ട് ആഘോഷിക്കാൻ, കേക്കൊന്നും മുറിക്കേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ എല്ലാവരും വന്നു, കേക്ക് വന്നു, ഗിഫ്റ്റ് വന്നു, എന്തൊക്കെയൊക്കെയോ ആയി ബർത്ത്ഡേ. എന്തായാലും ഒരുപാട് സന്തോഷമായി കേട്ടോ. ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കലാണ്. ബിരിയാണി ഉണ്ടാക്കിയത് നാത്തൂനും പിന്നെ അമ്മച്ചിയും കൂടെ ആട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്. എൻ്റെ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കിറ്റ് വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ആ കിറ്റ് വെച്ചാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഷുഗർ പേഷ്യൻ്റാണ് ഈ പായസം ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നത്. ഇതാണ് നാത്തൂൻ. പിന്നെ നാത്തൂൻ വെച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒന്നും പറയാനില്ല. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ഈ ചിക്കൻ കറി അമ്മച്ചി വെച്ചതാണ്. സാധാരണ അമ്മച്ചി തന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ ചിക്കൻ കറിയൊക്കെ വെക്കാറ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി അമ്മച്ചി നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഈ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കിറ്റ് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബിരിയാണി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.